ആകാശവാണി. സാഗര രാജകുമാരി. നാടകം. രചന ശ്രീമൂലനഗരം പൊന്നൻ. അഭിനയിക്കുന്നവർ: ബിജു മേനോൻ, ടി ജി രവി, എൻ എഫ് വർഗീസ്, കലാഭവൻ റഹ്മാൻ, പി എൻ ബാലകൃഷ്ണപിള്ള, മഞ്ജു വാര്യർ, ഫിലോമിന, ബീന ആന്റണി. പശ്ചാത്തലത്തിൽ കുമാരൻ കെ സി പുല്ലാങ്കുഴൽ, സദാനന്ദ് കെ ശങ്കർ കീബോർഡ്, ബി ഡി തോമസ് ഗിറ്റാർ. ഗായകർ: കൃഷ്ണപ്രസാദ്, ആഷ ജി മേനോൻ. സംഗീത നിർവഹണം എ അനന്തപത്മനാഭൻ. സംവിധാനം ടി ടി പ്രഭാകരൻ, എം തങ്കമണി. അവതരണം ആകാശവാണിയുടെ തൃശൂർ നിലയം. കർത്താവിന് നന്ദി. കൊള്ളാം, അസലായിരിക്കുന്നു. ജോഫി, എന്റെ കവിതയ്ക്ക് ഇത്രയും ഭാവതീവ്രത ഉണ്ടാകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ സംഗീതം കൊണ്ട് മാത്രമാണ് ഈ കവിത ഇത്ര ഹൃദ്യമായത്. ഷുവർ. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം മാത്രമാണച്ചോ. യേശ്, അവൻ എല്ലാം കാണുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു. ഈ ദി ഓൺലി റീസൺ. അച്ചോ, അച്ഛാ. എന്താ? അച്ഛനെ കാണാനാണെന്നും പറഞ്ഞ് പള്ളിമേടയിലായിട്ട് ഒരാൾ കയറി വന്നിട്ടുണ്ട് കേട്ടാ. ആരാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചല്ല. എന്നിട്ട് ഒന്നും മുണ്ടാതെ മൗനമായിട്ട് നിന്നങ്ങടെ ചിന്തിക്കണേന്. മുഖത്തോട്ട് നോക്കിയപ്പോ ഒരു വാഴ്ത്തപ്പെട്ട മുഖഭാവം. പിന്നെ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല കേട്ടാ. ചിന്താധീനം കഴിയുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാന്ന് കരുതി നുമ്മ ഇങ്ങോട്ട് പോന്നു. ആ, ഞാൻ വരുന്നു. ജോഫി, കണ്ടിന്യൂ ചെയ്യൂ. ശരി അച്ചോ. രാത്രിയോടെ നമുക്ക് തീർക്കണം. ശരി. ലാസറിയേട്ടും വരുന്നില്ലേടോ? പിന്നെ നുമ്മതേ വരണേണ്. കർത്താവിന്റെ പാട്ട് പഠിക്കുന്നിടത്ത് കപ്പ്യാൽ ലാസറിന് എന്താണ് കാര്യം ഒന്നാരെങ്കിലും ചോദിച്ചാലാ. ആ, എന്നാ വരൂ. ജോഫി, ഞാൻ പോയേച്ചു വരാൻ കേട്ടാ. ഗുഡ് മോർണിംഗ് മാൻ. ഗുഡ് മോർണിംഗ് അച്ചോ. പുതിയൊരു ആൽബത്തിന് വേണ്ടി കുറച്ച് പാട്ടുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ കറക്കത്തിലായിരുന്നു എന്നല്ലേ? എന്നാലും ഇടയ്ക്കെങ്കിലും നിനക്കെന്നെ വന്നൊന്ന് കാണാൻ തോന്നാറില്ലല്ലോ. അല്ല അച്ഛാ, അത് പിന്നെ അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ മുന്നേ പരിചയക്കാരായിരുന്നു അല്ലേ? നുമ്മ കരുതിയത് അച്ഛനോട് സഹായം ചോദിച്ചു വന്ന ആരെങ്കിലും ആയിരിക്കും. അല്ല, മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു കലാകാരന്റെ ലക്ഷണമൊക്കെ തോന്നുകയും ചെയ്തു കേട്ടാ. ഇവൻ ആരാണെന്ന് ലാസറിയേട്ടന്റെ വിചാരം? ഏതായാലും നമ്മളെ പോലെ ആത്മീയക്കാരൊന്നും അല്ല. എടോ ലാസറിയേട്ടാ, ഓ, ഇവൻ ഒരു എഴുത്തുകാരനാണ്. നല്ല നല്ല കഥകൾ മെനയും. കർത്താവെ, നേരാണാ? അപ്പൊ പേര്? സാഗരൻ. ഈശോയെ, നേരാണല്ല. കേട്ടിട്ടെന്ത് തോന്നണം കേട്ടാ. ഞാൻ ദേ അറിഞ്ഞില്ല കേട്ടാ. അപ്പൊ നമ്മുടെ നാടെവിടെയാണ്? നാടും വീടും ഒന്നും ചോദിക്കണ്ടോ. ഈ രാജ്യം മുഴുവനും അവന്റെ നാടാണ്. തല ചായ്ക്കുന്നിടം വീടും അല്ലേ സാഗരൻ? അതെന്താണപ്പ അങ്ങനെ? ഓ ഓ, കലാകാരനാണല്ലോ അല്ലേ? ഈ നിൽക്കുന്ന അച്ഛനല്ലാതെ എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല ലാസറേട്ടാ. ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ ഈ നിമിഷം വരെ ഇദ്ദേഹമാണ് എൻ്റെ രക്ഷകൻ. വിശേഷങ്ങളൊക്കെ പിന്നെ ആവാം. ലാസറിയേട്ടൻ ചെന്ന് ഒരു മുറി വൃത്തിയാക്കിയിടൂ. മുകളിലത്തെ നിലയിലെ ഏതെങ്കിലും ഒരു മുറി മതി. അതാവുമ്പോ കടലീന്ന് വീശുന്ന കാറ്റ് കിട്ടും. ഇനി കുറച്ചുനാള് സാഗരൻ നമ്മോടൊപ്പം ഉണ്ടാവും. അത് ശരി. ഇന്ന് തന്നെ മടങ്ങുമെന്ന് കരുതിയാണ് കേട്ടാ വിശേഷങ്ങളൊക്കെ പടപടാന്നങ്ങാട് ചോദിച്ചത്. അപ്പൊ നമുക്കിനി സാവധാനം പരിചയപ്പെടാം. ആയിക്കോട്ടെ. അതിരിക്കട്ടെ, ഇത്ര നാൾ നീ എവിടെയായിരുന്നു? എങ്ങോട്ടെല്ലാം കത്തെഴുതി. അതിനിടയ്ക്ക് ബാംഗ്ലൂർ നിന്നെ കണ്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞത്. അയാൾ തന്നെയാണ് നിന്റെ പുതിയ താവളം തിരക്കി അറിയിച്ചത്. ബാംഗ്ലൂർ ഒരു കൂട്ടുകാരൻ്റെ കൂടെയായിരുന്നു. ഇനി നിന്റെ ഈ കമ്പനിയൊക്കെ ഒന്ന് നിർത്തണം. എന്നിട്ട് ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി ചില തീരുമാനങ്ങൾ എടുക്കണം. അച്ഛൻ പറഞ്ഞു വരുന്നത് നിന്റെ വിവാഹത്തെക്കുറിച്ച്.
ഇപ്പോൾ അതിനുള്ള സമയമായിന്ന് എനിക്ക് തോന്നുന്നു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഏതെങ്കിലും ഒരു സുന്ദരി പെണ്ണിനെ നീ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എനിക്ക് കരുതാമല്ലോ അല്ലേ? ഇല്ലച്ചോ, പക്ഷേ കുറച്ച് നാളെ ഒരുത്തി എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്, ഒരു എക്സെൻട്രിക് ടീച്ചർ. ബട്ട് മാരേജ് ഈസ് എ ലോട്ടറി എന്നാണല്ലോ. വിവാഹത്തെക്കുറിച്ച് ഞാനിതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ചിന്തിക്കണം. പിന്നെ വിവാഹത്തിന് അതിൻ്റേതായ നൊമ്പരങ്ങളുമുണ്ട്, സന്തോഷവുമുണ്ട്. എന്നെപ്പോലെ അല്ലല്ലോ നിങ്ങൾ ചെറുപ്പക്കാർ. അങ്ങയുടെ കാരുണ്യത്തിൽ വളർന്ന ഒരു അനാഥനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നും എന്താണെന്നും എൻ്റെ ഭാര്യയാകുന്ന പെൺകുട്ടി ഒരിക്കലും തിരക്കില്ലായിരിക്കും. പക്ഷേ എനിക്ക് എന്നെ തന്നെ അത് ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ ഞാൻ അങ്ങയോട് എന്നെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. തീർച്ചയായും. പക്ഷേ എനിക്ക് നിന്നെ കിട്ടിയിടത്തു നിന്നേ നിന്റെ കഥ എനിക്ക് പറയാൻ കഴിയൂ. അതൊരു ശനിയാഴ്ചയായിരുന്നു. തലേന്ന് രാത്രി മുഴുവൻ തകർത്തു പെയ്ത മഴയ്ക്ക് ശേഷം തെളിഞ്ഞ പകൽ. പക്ഷേ കടൽ ക്ഷോഭിച്ചിരുന്നു. അതുപോലെ ഈ കടൽ ക്ഷോഭിച്ച് പിന്നീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മുഖക്കുഴലുകൾ മുഴുവനും മഴയും കാറ്റുമേറ്റ് തകർന്ന വിവരമറിഞ്ഞാണ് കടൽക്കരയിലേക്ക് ഞാൻ പോയത്. കടൽക്കരയിൽ എവിടെയോ തകർന്നു കിടന്ന ഒരു വഞ്ചിയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരോ കൊണ്ടുവന്ന് കിടത്തിയതുപോലെയായിരുന്നു നീ. നിന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ മുക്കോരാണ് നിന്നെ എടുത്ത് എന്നെ ഏൽപ്പിച്ചത്. കടലമ്മ കനിഞ്ഞു നൽകിയ മകൻ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നിനക്ക് സാഗരൻ എന്ന് ഞാൻ പേരിട്ടത്. ഇതെന്താ മഴയ്ക്കുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നല്ലോ. അത്ഭുതമായിരുന്നു. കടപ്പുറത്തുകൂടി ഞാൻ നടന്നു വരുമ്പോൾ പൊള്ളുന്ന വെയിലായിരുന്നു. ഇവിടുത്തെ പ്രകൃതി എങ്ങനെയാണ്? കടലമ്മയുടെ മനസ്സുപോലെ പെട്ടെന്ന് കോപിക്കും, പെട്ടെന്ന് പൊട്ടിച്ചിരിക്കും, ചിലപ്പോ അണമുറിയാതെ കരഞ്ഞെന്നും വരും. അച്ചോ, നല്ല മഴ വരണുണ്ട് കേട്ടാ. ആ സാഗരൻ, വരൂ, നമുക്ക് എന്റെ മുറിയിലേക്ക് പോകാം. ആ, അല്ലേ, കടപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? എത്ര നേരമായി? എൻ്റെ കയ്യിൽ വാച്ചണ്ട. ഓ, നടന്ന് കടന്ന് കാലിന്റെ നട്ടല്ലൊടിഞ്ഞ്. ലാസറേട്ടൻ നല്ല തമാശ പറയുന്നുണ്ടല്ലോ. ഉവ്വാ, ഇപ്പായിട്ട് കുറവാണ് കേട്ടാ. പണ്ട് ഞാൻ തമാശ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ചിരിച്ചിരിച്ച് മരിച്ചു പോവും. അപ്പൊ പേടിക്കണമല്ലോ. ഇത് നമ്മ തമാശ പറയണതല്ലെന്നേ. എൻ്റെ അപ്പൻ ചത്തതെങ്ങനെയാണ്? എൻ്റെ തമാശ നിരന്തരം കേട്ടാണ് ആ മനുഷ്യൻ കിടപ്പിലായത്. ആ പുള്ളിക്കാരൻ എൻ്റെ തമാശയെന്ന് പറഞ്ഞ പ്രാന്തായിരുന്നു. എന്തിന്? മരണക്കിടക്കയിൽ വെച്ച് പോലും എൻ്റെ തമാശ കേട്ട് ചിരിച്ച് നിവൃത്തിയില്ലാതെയാണ് അപ്പൻ ചത്തത്. അറിയാവോ? ആ അപ്പൻ്റെ മോനാണ് ഈ കപ്പ്യാരി ലാസർ. മനസ്സിലായ? ആ ദേഹടക്കണ കുഞ്ഞെ, പേടിക്കേണ്ട ഒരു തിരുരൂപമാണ് കേട്ടാ നമ്മുടെ പുറകെ വരണത്. ആരാത്? പിശാജ്, നരക പിശാജ്, അല്ലാണ്ടാര്? ഈ പെൺകുട്ടിയോ? ആ, അവളാള് റാമാക്കാരിയാണ്, പരിഷ്കാരി. അത്യാവശ്യം കൂടോത്രമുണ്ട്. ഇവളെ ഇടക്കിടക്ക് പട്ടണത്തിൽ നാടകം കളിക്കാൻ പോവും. നാടകമില്ലാത്തപ്പോൾ കടാപ്പുറത്ത് വരണ സായപ്പന്മാർക്ക് കല്ലുമാലകളും കടലയും വിൽക്കും. മീൻ കച്ചവടത്തിനിടയ്ക്ക് രഹസ്യമായിട്ട് മറ്റവനും കൊടുക്കും കേട്ടാ. വാറ്റ് പോരാത്തതിന് ഇവക്ക് ചില മന്ത്രവാദപ്പണി അറിയാം. എന്ന് വെച്ചാല്? കടലിൻ്റെ അടിയിലാട്ട് മുങ്ങാങ്കുഴിയിട്ട് പോയാൽ ശ്വാസമെടുക്കാണ്ട് എത്ര നേരം വരെ നമ്മൾ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാനാവും. ഇവളിതേ മണിക്കൂറുകൾ വരെ അങ്ങോട്ട് കിടക്കും കടലിൻ്റെ അടിയിൽ. പിന്നെ ഇവള് നീന്തണത് കണ്ടാലാ നീലത്തിമിംഗലങ്ങൾ വരെ പേടിച്ചന്തരിച്ച് നിന്നുപോവും. അത്രയ്ക്ക് പുള്ളിങ്ങാണ്. കൊള്ളാമല്ലോ കക്ഷി. തീർന്നില്ല കേട്ടാ. കാര്യം മുക്കോ പെണ്ണാണെങ്കിലും ഇവള് മീൻ കൂട്ടത്തില്ല, തനി പച്ചക്കറിക്കാരിയാണ്. ഓഹോ, ദേ ഇങ്ങാട് നോക്ക്. ഇങ്ങാട് നോക്കെന്ന് കടപ്പുറത്തുള്ള കാരണവന്മാർ പറയണത് കേൾക്കണോ? ഇവളെ പുറം കടലിൽ നിന്ന് വലയെറിഞ്ഞപ്പോ കിട്ടിയതാണെന്ന്. എന്താ ഈ പെണ്ണിന്റെ പേര്? മഞ്ചിക എന്നാണ് എല്ലാരും വിളിക്കണത്. പുറംകടലിൽ വെച്ച് വലമഞ്ചത്തി കുടുങ്ങി കിട്ടിയതാണല്ല. അന്നാരാണ്ട് ഇട്ടുകൊടുത്ത പേരാണത്. സത്യം പറഞ്ഞ എല്ലാവർക്കും ഉള്ള പേടിയാണ്. ദേഷ്യം വന്ന് ആരെയും മന്ത്രവാദം ചെയ്ത് നശിപ്പിച്ച് കളയുന്നു. അച്ഛനെ മാത്രമാണ് അവൾക്ക് ഈ കടാപ്പുറത്ത് പേടിയുള്ളു. എന്നാലും പള്ളിമേടലിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി വരും. ദേ വരണുണ്ട്. ഞാൻ ഈ കഥയൊന്നും പറഞ്ഞെന്ന് പറയല്ലേ, എന്റെ ജീവനോടെ പുകച്ചു കളയും. ദേവന്നി എന്താണ് ലാസറ ചേട്ടാ, എന്നെ പറ്റിയാണോ കുറ്റം പറച്ചില്? ഇതാരാണ് പുതിയ കക്ഷി? എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയതാടോ. ദേ പെങ്കൊച്ചേ, അങ്ങാട്ട് തോണ്ടിയുള്ള കളിയൊന്നും വേണ്ട. എന്നെ പരിചയപ്പെടേണ്ട ഗതിയോടൊന്നും ഈ കുഞ്ഞിനില്ല. ഓഹോ, എന്നാലും ഞാൻ പറയട്ടാ. പേര് സാഗരൻ,
ബാംഗ്ലൂരിൽ നിന്ന് മേലെത്തച്ഛനെ കാണാൻ ഇന്നലെ രാവിലെ 9 മണിയോടെ ഇവിടെ എത്തി. അത്യാവശ്യം കഥയും കവിതയും ഒക്കെ എഴുതി അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. ശരിയാണോ? അത്ഭുതമായിരിക്കുന്നു. മഞ്ജി എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു? ആഹാ, എന്റെ പേരറിയാല്ല. ലാസർ ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞല്ലേ, അപ്പൊ ഇനി വിശദീകരിക്കണ്ടല്ല. എനിക്ക് അല്പസ്വല്പം മന്ത്രപ്പണികളൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയാവുന്ന കൂട്ടിക്കോ. പിന്നെ ഈ മഞ്ജിക എന്നുള്ള വിളി കേട്ട് കേട്ട് മടുത്തു. സാർ എന്നെ മഞ്ജു എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. കടല വേണ? ആ തരൂ. എത്ര രൂപയ്ക്ക് വേണം? മഞ്ജുവിന്റെ ഇഷ്ടം. എന്നാലൊരു 5 രൂപയ്ക്ക് തരട്ടാ. പിന്നെ നിന്റെ കയ്യിൽ നിന്ന് കടല മേടിച്ച് കടപ്പുറത്തിട്ട് വിൽക്കാൻ വന്നതല്ലേ, 1 രൂപക്ക് മേടിച്ചാൽ മതി കുഞ്ഞെ. അതെ, എന്റെ ഇഷ്ടത്തിനാണ് തരണത്. താൻ ഇഷ്ടമല്ലെങ്കിൽ തിന്നണ്ടാവോ? അല്ലേ? രൂപ. ഇന്ന് രൂപ വേണ്ട, നമ്മൾ ആദ്യമായിട്ട് കണ്ടതല്ലേ, ഇത് ഫ്രീ. പക്ഷെ ഒരു കണ്ടീഷൻ, നാളെ മുതൽ മുടങ്ങാതെ വാങ്ങിച്ചോളണം. കേട്ടാ, എവളുമായിട്ട് എന്ത് ഏർപ്പാടുണ്ടാക്കിയാലും ഇതാണ് കേട്ടാ കുഴപ്പം. തൊട്ടുപോയാൽ കെണിയാണെന്നേ. തനി മഞ്ച, കുരുക്ക് കുരുക്ക്. കേട്ടാ സത്യം. ഈശോയെ പള്ളിപണി സമയം പോയല്ല കർത്താവേ. എന്നെ കാണാഞ്ഞിട്ട് അച്ഛൻ തന്നെയായിരിക്കും പണിയടിച്ചത്. എന്റെ ഈശോയെ എനിക്കിന്ന് ചീത്ത കേക്കും. ചിരിച്ചോ ചിരിച്ചോ, ഒരു ദിവസം ഈ ചിരിയങ്ങാട് നിൽക്കും മോളെ. അപ്പൊ നമുക്ക് തമ്മിലൊന്ന് കാണണം കേട്ടാ. അത് ശരി. സമയം ഒത്തിരി. ചേട്ടൻ നടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ദേ സൂക്ഷിക്കണം കുഞ്ഞെ, ഇവള് ചില്ലറക്കാരിയല്ല കേട്ടാ. ഒറ്റയ്ക്ക് ഇവളുടെ അടുത്ത് പെട്ടാല് ഇല്ല, മുമ്പ് ഒന്നും പറയണില്ല. ഇനിയൊക്കെ കുഞ്ഞിന്റെ തലവിധി. ഞാനിനി ഇവിടെ നിൽക്കണില്ല. പ്രസവിക്കാൻ പോണ വെണിയിലില്ലാത്ത വേദന പേരെടുക്കാൻ വന്ന പേറ്റിച്ചിക്ക് എന്തിനാണ്? എന്താ? ഏയ്, പ്രായം കുറെ ആയ കാര്യം നടന്നിട്ട് നീങ്ങളില്ല എന്ന് പറഞ്ഞതാണേ. നമ്മ പറഞ്ഞേന്ന് കേട്ടാ. എനിക്ക് ഈ കടൽക്കര ആകെ ഒന്ന് നടന്നു കാണുന്നുണ്ട്. കുറച്ചു നേരം എന്നോടത്ത് നടന്നൂടെ മഞ്ജുന്? ഓ ഷുവർ. മഞ്ജുന് ഇംഗ്ലീഷ് അറിയോ? ഓ, വിദേശികളുമായിട്ട് വിലപേശി കുറച്ച് പൊട്ടും പൊടിയും കിട്ടിയെന്നേ ഉള്ളു സാറേ. കടാപ്പുറത്തൊരു മുൻഷി സാറ് താമസിച്ചിരുന്നു. മേലേത്തച്ഛന്റെ ചങ്ങാതിയാ. മൂപ്പര എന്നെ പഠിപ്പിച്ചോണ്ടിരുന്നത്. ഒടുവിലാ സാറ് ക്യാൻസർ വന്ന് ചത്ത്. അതോടെ എന്റെ പഠിപ്പും നിന്ന്. പള്ളി സ്കൂളിൽ എന്നാളും പഠിക്കണ പിള്ളേരില്ലാഞ്ഞു സാറേ. ആട്ടെ, സാറിന് ആരാണ് ഈ പേരിട്ടത് സാഗരൻ? അത് ഫാദർ മേലേത്തിന്റെ ഓർഫനേജിലാണ് ഞാൻ വളർന്നത്. എന്ന് വെച്ചാല് സാറൊരു അനാഥനാണെന്നല്ലേ? യെസ്. കൺഗ്രാറ്റുലേഷൻസ്. അത്ഭുതപ്പെടണ്ട. ഞാനും ബന്ധുക്കളാരും ഇല്ലാത്ത ഒരാളായതുകൊണ്ടായിരിക്കും കേട്ടാ. അനാഥരെ എനിക്ക് ഇഷ്ടമാണ്. ഐ ലവ് യു. സാറ് പരിഭ്രമിക്കണത് എന്തിനാണ്? എനിക്കിഷ്ടമാണെന്നല്ലേ അതിനർത്ഥമുള്ളൂ. എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞില്ലല്ല. ഓ നശിച്ചവന്മാര്, ഒറ്റ എണ്ണത്തിന് മര്യാദയില്ല. ഞാനൊരു മന്ത്രവാദിനിയാണെന്നും മറ്റും പറഞ്ഞു വരുത്തിയത് അവന്മാരാ. അവരെന്തിനാ മഞ്ജുവിനോട് ശത്രുവാട്ടുന്നത്? ആർക്കറിയാ. എന്നാലും ഒരു കാരണം ഉണ്ടാവൂലേ? മഞ്ജിക എന്ന മുക്കുവ പെണ്ണിനെ എല്ലാ മുക്കൂർക്കും പേടിയാണെന്ന് കപ്പ്യാരി ലാസറേട്ടൻ വരെ എന്നോട് പറഞ്ഞത്. അത് പിന്നെ തുറന്നു പറയാവല്ല സാറേ. അസൂയക്കാരാ ചുറ്റിലും. കടാലിന്റെ ഏതു ഭാഗത്താണ് കൂടുതൽ മീൻ ഉണ്ടാവണതെന്ന് കടാല് കണ്ടാ ഞാൻ പറയും. എന്നെ പുറം കടാലിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് കളിയാക്കിയവന്മാരെ ഞാനങ്ങനെ വഴിതെരിച്ച് വിട്ടിട്ടുണ്ട്. ആ ദേഷ്യമാണ്. വെറുതെ കടലുണ്ട മീനിനെ കുറിച്ച് എങ്ങനെ അറിയാം? അതൊരു കഴിവ്. ദാറ്റ്സ് ഓൾ. ദേ സാറത് കണ്ടാ? അങ്ങ് ദൂരെ മുക്കുവച്ചക്കന്മാര് തിരമാലപ്പുറത്ത് കരണം കുത്തി മറിയണ കണ്ടാ? സായിപ്പന്മാരെ സന്തോഷിപ്പിച്ച് പണം വാങ്ങണ പണിയാ. പക്ഷെ ഞാൻ കാണിക്കണ പോലെ തിരമാലപ്പുറത്ത് കയറി ഡാൻസ് ചെയ്യാൻ ഇവിടെ ഒരുത്തനും കഴിയത്തില്ല. കടാലിൽ ശ്വാസം പിടിച്ച് മുങ്ങി കിടക്കാനും. അത്ഭുത സിദ്ധികളുടെ ഒരു യക്ഷിപ്പെണ്ണിന്റെ കഥ എവിടെയോ വായിച്ചത് ഓർമ്മ വരുന്നുണ്ട്. യക്ഷിപ്പെണ്ണ? അതെന്ത് കഥയാണ്? ഒരിക്കല് കിളികൾ ചിലയ്ക്കാത്ത വിജനമായൊരു താഴ്വരയിലെ കൊടുന്തണുപ്പിലേക്ക് ഒരു രാജകുമാരനെ മയക്കി തന്റെ അടിമയാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞ അതിസുന്ദരിയായ ഒരു യക്ഷിപ്പെണ്ണിന്റെ കഥ. അതാരാ ചിരിക്കുന്നത്? ഓ അതാ, അത് മറ്റൊരു കുരിശ്. ദേ ഇങ്ങാട് വരുന്നുണ്ട്. ഇവരേതാ? ഈ കടാപ്പുറത്തെ ഏറ്റവും പ്രായമുള്ള സ്ത്രീയാണ് ആച്ചിയമ്മ. അവർക്കെന്നെ ഇഷ്ടമല്ല. ഇതാരാണ് തെക്കോട്ട് പോണത്? നീ മാഞ്ചികയില്ലടി? അതെ. നിന്റെ കൂടെയുള്ളത് ആരാടി കൊച്ചേ? മേലേത്തച്ഛനെ കാണാൻ വന്നയാളാണ്. മേലേത്തച്ഛനെ കാണാൻ വന്ന അയാള് എന്തിനാടി പെണ്ണെ പള്ളിമേടേന്ന് ഇറങ്ങി നിന്റെ പുറകെ നടക്കണത്? ആവശ്യമുണ്ടായിട്ട്. തള്ളക്കതറിഞ്ഞിട്ട് എന്തിനാണ്? ആ സത്തെ, നിന്റെ വശീകരണം കാട്ടി നീ അവനെ വളച്ചു പിടിച്ചല്ലേ?
എടാ മകാനെ, നിന്റെ കാര്യം പോക്കാണ്. ഇവളുടെ കൂടെ കൂടല്ലേ. ഇവളെ ജലപ്പിശാച. നമുക്ക് തിരിച്ചു പോകാം. ഞാൻ പാവമാണ് സാറേ, ആരും ഇല്ലാത്തോളാണ്. മഞ്ജുവിന് ഞാനുണ്ട്, പോരെ? എന്നെ വെറുക്കുവാ? ഇല്ലെന്നേ. ഉറപ്പാണേ? പ്രോമിസ്. മഞ്ജുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടാനിടയായത് എന്റെ ഭാഗ്യം. സാറേ, എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നു മഞ്ജു. കഴിഞ്ഞ ജന്മത്തിലെങ്ങോ നമ്മൾ കണ്ടുമുട്ടുകയും സ്നേഹിച്ചു തീരാതെ പിരിയുകയും ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും. യെസ്, ഐ ലവ് യു. യേശു നടക്കാനിരിക്കുന്ന തൻ്റെ താൽക്കാലിക മരണത്തെക്കുറിച്ച് 12 ശിഷ്യരോടും പറയുന്നു. ഞാൻ നടക്കാനിടയുള്ള എന്നാൽ നടക്കാൻ പാടില്ലാത്ത മറ്റൊരു ദുരന്തത്തെക്കുറിച്ച് നിന്നോടും പറയുന്നു. തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ബാംഗ്ലൂരിലെ പരീക്ഷണശാലയിൽ എൻ്റെ വിദ്യാർത്ഥിനി, നീണ്ട കണ്ണുകളുള്ള ആ മെലിഞ്ഞ പെൺകുട്ടി, കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് തുനിഞ്ഞു. ആര്? ജൽസയോ? യെസ്, ഐ ആം സീരിയസ്. തലച്ചോറ് നിറയെ നിന്റെ കഥയും കവിതയും കൊണ്ട് സ്വപ്നങ്ങൾ മെനഞ്ഞു നടക്കുന്ന ആ തന്നിഷ്ടക്കാരി പെണ്ണില്ലേ ജൽസ, നിന്റെ സ്നേഹത്തിനു വേണ്ടി ഈ ലോകം തന്നെ ഉപേക്ഷിക്കാൻ ധൈര്യപ്പെട്ടു അവൾ. ഓ ഗോഡ്, എപ്പോ കണ്ടാലും ഒന്നും രണ്ടും പറഞ്ഞ് വെറുതെ ഞങ്ങൾ വഴക്കിട്ടല്ലേ പിരിയാറ്. അല്ലാതെ പിന്നെ എന്തിനു നീ ഇങ്ങനെ ഒളിച്ചോടി? അച്ഛന്റെ കത്തെനിക്ക് കിട്ടുമ്പോൾ നീ ജൽസി ഒന്ന് ചെയ്ത പുരാതന മത്സ്യത്തിന്റെ ഫോസിൽ ശേഖരിക്കാൻ പോയിരിക്കായിരുന്നില്ലേ? പിന്നെ ആരോട് പറഞ്ഞിട്ട് ഞാൻ പോരുന്നത്? പക്ഷേ അവളിൽ നിന്നും എന്നേക്കുമായുള്ള ഒരു രക്ഷപ്പെടലാണ് നീ നടത്തിയതെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. നീ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധമില്ല. എന്റെ സങ്കല്പത്തിലെ ഭാര്യയായി ഒരിക്കലും ജൽസയ്ക്ക് രൂപം മാറാനാവില്ല. ഓക്കെ ഓക്കെ, ഞാനത് അവളെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല, ജൽസയും എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എവിടെ? മുകളിൽ നിന്റെ മുറിയിൽ ഉറങ്ങുന്നു. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. വേണ്ട, നിന്റെ പുതിയ നോവൽ എവിടം വരെയായി? ആ മത്സ്യരാജകുമാരിയുടെ കഥ ഒരധ്യായം എഴുതി പൂർത്തിയാക്കി. പക്ഷേ ഒരു ഒഴുക്കില്ലായ്മ. എങ്കിൽ ഞാൻ കുറച്ച് വിവരങ്ങൾ തരാം. എന്താണത്? ഞങ്ങൾ ഫോസിൽസ് ശേഖരിക്കുവാൻ പോയെന്ന് പറഞ്ഞില്ലേ? ആ കടലോരത്ത് വെച്ച് അലഞ്ഞു നടന്നൊരു വിദേശിയായ വൃദ്ധനെ ഞാൻ പരിചയപ്പെടാനിടയായി. വൺ മിസ്റ്റർ റോഡ്രിഗോ. ഒരു യുദ്ധക്കപ്പലിന്റെ ക്യാപ്റ്റനായിരുന്നു. യുദ്ധത്തെ തുടർന്നുള്ള ഒരു കപ്പൽ ക്ഷേത്രത്തിന് ശേഷം അരപ്പിരിയായിപ്പോയി. എന്താ അയാൾ പറഞ്ഞത്? മുങ്ങിക്കപ്പൽ തകർന്ന് നടുക്കടലിൽ പെട്ടുപോയ അയാളെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കരയിലെത്തിക്കാൻ നാവികസേനയ്ക്ക് കഴിഞ്ഞത്. അതിനിടയിൽ അയാൾ വിചിത്രമായ ചില കാഴ്ചകൾ കണ്ടത്രേ. അയാൾ മനുഷ്യരൂപികളായ ഏതാനും മത്സ്യങ്ങളെ കണ്ടത്രേ. 1892 തോമസ് ഫ്രെഡറിക് എന്ന ഫ്രഞ്ചുകാരൻ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇത്തരത്തിലൊരു മത്സ്യകന്യകയെ കണ്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. അതും ലോകം ഭ്രാന്തൻ ജൽപ്പനങ്ങളായി പറഞ്ഞു തള്ളി. ആട്ടെ, താൻ പരിചയപ്പെട്ട മിസ്റ്റർ റോഡ്രിഗോയെ നമുക്കൊന്ന് പോയി കണ്ടാലോ? തീർച്ചയായും. നാളെ തന്നെ പോയാലോ? നാളെ വേണ്ട. നാളെ കണ്ണാടിപ്പാറ കാണാൻ ചെല്ലാമെന്ന് ഞാനൊരാൾക്ക് വാക്കുകൊടുത്തുപോയി. കണ്ണാടിപ്പാറ? എന്താ, താൻ കേട്ടിട്ടുണ്ടോ? 1 സെക്കൻഡ്, ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഒന്ന് എടുത്തോട്ടെ. യെസ് യെസ്, ഗ്ലാസ് റോക്ക്, കണ്ണാടിപ്പാറ. അപ്പോൾ അത് ഇവിടെയാണ്. എന്താ താനീ പുറകിറുക്കുന്നത്? സാഗരൻ, വർഷങ്ങളായി ഞാൻ തിരഞ്ഞു നടന്ന സ്ഥലമാണിത്. കണ്ണാടിപ്പാറ കടൽ തീരം. കണ്ണാടിപ്പാറ പുറംകടലിനും അപ്പുറത്തെങ്ങോ ആണ്. പക്ഷേ അവിടെ ഏറ്റവും മുന്തിയ മത്സ്യങ്ങളെ ചെന്നെത്താറുള്ളൂ, തിമിംഗലങ്ങളും. ചുറ്റും ചുഴി നിറഞ്ഞ ആ ഭാഗം മനുഷ്യൻ അപ്രാപ്യമാണ്. ഒരു തരം ബർമൂഡ ട്രയാങ്കിൾ. ഏയ്, ഇതൊന്നുമല്ല. പുറംകടലിലേക്ക് തോണി തൊഴിഞ്ഞു ചെന്ന ദൂരെ കടലിന് നടുവിലായിട്ട് വെട്ടിത്തിളങ്ങുന്ന ഒരു 1 രൂപ തുട്ടുപോലെ കണ്ണാടിപ്പാറ കാണാൻ കഴിയുമത്രേ. ആരാ നിന്നോട് ഇത് പറഞ്ഞത്? എന്നെ എവിടെ കാട്ടിത്തരാമെന്ന് പറഞ്ഞ ഒരു മുക്കുവ പെൺകുട്ടി, മഞ്ജിക. ആകെ കൂടി എനിക്ക് വന്നപ്പോൾ മുതലേ ഈ കടൽക്കര അത്ര അങ്ങ് സുഖിക്കുന്നില്ല.
ഈ പ്രദേശത്തെത്തിയത് മുതൽ ഞാൻ അസ്വസ്ഥനാണ്. ഒരു വല്ലാത്ത കാറ്റും കോളും പ്രകൃതിയും. താൻ വലിയ ന്യൂമറോളജിസ്റ്റ് അല്ലേ? തനിക്ക് ആ കോളങ്ങൾ വരച്ച് ചില കണക്കൂട്ടലൊക്കെ അങ്ങ് നടത്തരുതോ? എന്താണ് ഈ പ്രദേശത്തിന്റെ കുഴപ്പമെന്നറിയാലോ. കളിയാക്കണ്ട, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കോളങ്ങൾ എന്നോട് കളവ് പറയില്ല സാഗരൻ. അവ ഒരിക്കലും എന്നെ ചതിക്കില്ല. നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ. മേ ഐ കം ഇൻ സർ? ഓഫ് കോഴ്സ്. വരൂ ജൽസ. ദാ, ഞാൻ എന്റെ വാക്കു പാലിക്കുന്നു. സാഗരനെ ജീവനോടെ നിന്റെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നു. താങ്ക് യു സർ. സാഗരൻ, അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ സംസാരിക്കൂ. ഓക്കേ? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ സാഗർ? അപ്രതീക്ഷിതമായ കാര്യങ്ങളല്ലാതെ സാധാരണ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന എന്തെങ്കിലും ജൽസയെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. കോംപ്ലിമെന്റിന് നന്ദി. ബട്ട് വൺ തിങ്, ഇവിടെ നിന്ന് തിരിച്ചു പോകും മുമ്പ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം ഞാൻ ഊരിയെടുത്തിരിക്കും സാഗർ. ഷുവർ. കൊള്ളാം, നന്നായിരിക്കുന്നു. മമ്മിയുടെ മുന്നിൽ ഞാനിപ്പോൾ പരിഹാസപാത്രമാണ്. കൂട്ടുകാരികൾക്ക് മുന്നിൽ ഇഷ്ടപ്പെട്ട പുരുഷന് ഒരു തവണയെങ്കിലും നേടാൻ കഴിയാത്തത്ര ഒരു വിഡ്ഢി പെണ്ണാണെന്ന് ഞാൻ. ഇല്ല, ഒന്നുകിൽ ഈ ഗെയിമിൽ ഞാൻ ജയിക്കും, ഇല്ലെങ്കിൽ എന്നേക്കുമായി തോറ്റു തരും. ജൽസ, നീ എന്തൊക്കെയാ പറയുന്നത്? ബ്രൂട്ടൽ ഫാക്ട്സ്. ഒരേ ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ എനിക്ക് വേണം. ജസ്റ്റ് 24 hours. ഇറ്റ്സ് മസ്റ്റ്. ജൽസ. ഇല്ലെങ്കിൽ ജൽസയുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും സാഗർ. എന്റെ മരണത്തിന് ഈ ലോകത്തിന് മുന്നിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. മൈൻഡ് യു. എന്താ ഫാദർ, വിശേഷിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞത്? മറ്റൊന്നുമല്ല, ഇത്തവണ ഞാൻ അവനെ വിളിച്ചു വരുത്തിയത് അവനെ കൊണ്ട് വിവാഹത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാനാണ്. തന്റെ പുറകെ കൂടി ഏതോ ഒരു പെൺകുട്ടിയെപ്പറ്റി അവൻ പറയുകയും ചെയ്തു. ആ പെൺകുട്ടിയാണ് ഫാദർ എന്നോടൊപ്പം വന്നിരിക്കുന്ന ജൽസ. നേരാണോ? അവൾ ഒരുപാട് മോഹിച്ചു പോയി ഫാദർ. പക്ഷെ സാഗരൻ തരിമ്പ് സ്നേഹം കാണിക്കുന്നില്ല. ഫാദർ മുൻകൈ എടുത്താൽ അവനെ കൊണ്ട് നമുക്ക് ജൽസയെ വിവാഹം കഴിപ്പിക്കാം. ഫാദറിനറിയുമോ, കോടീശ്വരിയാണ് ആ കുട്ടി. ഒരു അനാഥന് കിട്ടാവുന്ന ഏറ്റവും നല്ല പൊസിഷനാണ് നമ്മൾ അവന് വെച്ച് നീട്ടുന്നത്. എങ്കിൽ ഇന്നു മുതൽ നമ്മൾ അതിനുള്ള ചരടുവലികൾ ആരംഭിക്കുന്നു. ദയാപരനായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അച്ചോ, അച്ചോ. ആ, എന്താടോ ലാസറിയേട്ടാ? അച്ചോ, ഞാൻ പറയുമ്പോഴാണല്ലോ അച്ഛനെ വിശ്വസിക്കാനൊരു പ്രന്യാസം. എന്താണ്? നമ്മുടെ സാഗരൻ കുഞ്ഞിനെ ദേ പുറംകടലിലാട്ട് കൊണ്ടുപോയി. ആര്? അല്ലാണ്ട് ആരാണ് ആ പിശാചി മഞ്ചിക? അവള് തോണി ഇറക്കി സാഗരൻ കുഞ്ഞിനെ കൊണ്ട് പുറംകടലിലോട്ട് പോണത് കണ്ടത് ആച്ചിയമ്മ പറഞ്ഞേ. കടലമ്മേ ചതിക്കല്ല കേട്ടാ, 3-ാം നാള് ജഡമെങ്കിലും വിട്ടു തരണേ. ഒന്ന് മിണ്ടാതിരിക്കടോ. അപ്പൊ മഞ്ചികയുമേ സാഗരൻ പരിചയപ്പെട്ടു? ആഹാ, കൊള്ളാവല്ല, പരിചയപ്പെട്ടാന്നാ. പിരിവാന്ന് ചോദിക്ക്. രണ്ടുപേരും തമ്മിൽ കൂതാശയും കുന്തിരിക്കും പോലെയാണപ്പ. അത്രയ്ക്ക് ഒട്ടിപ്പിലാണ്. അല്ല ഫാദർ, ആരാ മഞ്ചിക? ഒറ്റ വാചകത്തിൽ മുക്കുവക്കൂട്ടത്തിലെ ഒരു പരിഷ്കാരിയായ തന്റേടി പെണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവളെക്കുറിച്ച് അത്രയും പറഞ്ഞാൽ തീരില്ല. 3 പതിറ്റാണ്ട് കഴിഞ്ഞു ഞാൻ ഈ പള്ളിയിൽ വന്നിട്ട്. ഇത്രയും കാലത്തെ ജീവിത പരിചയത്തിനിടയ്ക്ക് എനിക്ക് പൂർണ്ണമായും പിടികിട്ടാത്ത 1-2 കാര്യങ്ങൾ ഈ കടലോരത്ത് എൻ്റെ മുന്നിൽ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് മഞ്ചിക എന്ന മൂക്കുവക്കിടാത്തിയുടെ ചരിത്രം. പുറംകടലിൽ വലയെറിഞ്ഞ ഒരു കൂട്ടം മുക്കുവരുടെ വലക്കുരുക്കിൽ മത്സ്യത്തോടൊപ്പം ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജഡവും ഉണ്ടായിരുന്നു. ജഡമാ? ആ, അങ്ങനെ കരുതി ഉപേക്ഷിക്കാൻ തുടങ്ങവേ ആ പെൺകുഞ്ഞ് കരയാൻ തുടങ്ങി. മുക്കുവര് പേടിച്ചു. പക്ഷേ മുക്കുവക്കൂട്ടത്തിലെ കാരണവർ അവളെ കരയെ കൊണ്ടുവന്നു വളർത്തിയെന്നാണ് വിശ്വാസം. അത്ഭുതമായിരിക്കുന്നു. അവളെ കടലമ്മ പുറന്തള്ളിയ മകളാണെന്ന് കരുതുന്നവരുണ്ട്. ശാപഗ്രസ്തയായ പെണ്ണ്. അവൾ പറഞ്ഞാൽ കാറ്റു നിൽക്കും, കടൽ ശാന്തമാകും എന്നൊക്കെയാണ് മുക്കുവരുടെ വിശ്വാസങ്ങൾ. ഒരു മനുഷ്യ സ്ത്രീക്ക് അസാധ്യമായ പലതും അവളുടെ ധൈര്യവും സിദ്ധികളും കുറേയൊക്കെ എന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവൾക്ക് മന്ത്രവാദപ്പണി അറിയാമെന്നേ. കൊള്ളാം. ഈ കടൽക്കരയിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ചിക. അന്തോണീസേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും ഒന്ന് വഞ്ചി ഇറക്കൂ. വേണമെങ്കിൽ ഞാനും വരാം. കർത്താവേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്?
മൂന്നാം നാൾ വരെ കാത്തിരിക്കണമെങ്കിൽ 3 ദിവസം കഴിയണമല്ല. എത്ര കഠിനപ്പെട്ട സമയം. ഒന്നും മിണ്ടാതിരിക്കൂ. യോഗീന്ദ്രൻ, നമുക്ക് തോണി ഇറക്കിയാലോ? വേണ്ട ഫാദർ, ഈ ഇരുട്ടത്ത് പുറംകടലിലേക്ക് പോവാന്ന് വെച്ചാൽ. കർത്താവേ, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ. ഫാദർ, സാഗറിന്റെ കൂടെ ആരും ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു അത്? മനുഷ്യനാണ് കൊച്ചേ. അവള് കടാപ്പുറം മുടിയാൻ നേരത്ത് വന്നോളാണ്. ഞാൻ പറയുമ്പോ എല്ലാവർക്കും കളിയാണല്ലേ. ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അവളെ ജലപിശാച, കടലമ്മ പുറത്താക്കിയ മകള്, പിഴച്ച മകള്. ആ ചെക്കിനെ കൊണ്ട് അവള് പോയി. ഇനി മടങ്ങി വരില്ല കേട്ടാ. ഒന്ന് മിണ്ടാതിരുത്തള്ളേ. എന്താടി ഞാൻ മുണ്ടിയാല്? ഓ, ഞാൻ പറയുമ്പോ ഭ്രാന്താണല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണടി? എന്റെ കെട്ടിയോനെ കൊണ്ടുപോയി തമ്മ. കൊല്ലം 30 ഞാൻ കാത്തിരിക്കണ്. തരികയല്ല. ജലപിശാചുക്കളി പിടികൂടി കൊണ്ടുപോയാ പിന്നെ നമുക്ക് കിട്ടുകയല്ല. ആ ഫാദർ, എന്താ ഇതൊക്കെ? ഇവരീ പറയുന്നത് നേരാണോ? നേരാണ് ഈ പെങ്കൊച്ചേ. നിന്റെ ചെക്കനെ അവള് വശീകരണം കാട്ടി മയക്കെടുത്തയച്ചതാടി. എവിടെ എവിടെ ആ റാന്തലിങ് തരൂ. നോക്ക്, അതാരാ അത്? അയ്യോ, കടായെന്ന് ചതിച്ച. അത് നമ്മുടെ മഞ്ചേപ്പെണ്ണാണല്ലോ. എന്റെ അവസര പുണ്യാളാ, നേരാണ് കേട്ടാ. സാഗരം കുഞ്ഞിനെ തോളത്തിട്ടോട്ട് തുഴയുകയാണ്. എല്ലാവരും മിണ്ടാതെ നിൽക്ക്. അവൾ ഇങ്ങോട്ട് വരട്ടെ. മഞ്ജികേ, ഇങ്ങോട്ട് നീന്തി വരൂ. ഇതാ, ഈ കയ്യിൽ പിടിച്ചോളൂ. പിടിക്കേ. അങ്ങനെ. യോഗി, സാഗരനെ പിടിക്കൂ. ലാസർ ചേട്ടാ, ഒന്ന് പിടിക്കേ. ജൽസ, പ്ലീസ് കം, പ്ലീസ് കം. വരുന്നു. സാഗർ, കണ്ണു തുറക്കൂ സാഗർ. സാഗർ. മഞ്ജികേ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? പുറംകടാലിലാട്ട സാറ് ഒറ്റയ്ക്ക് ത്വാണി തുഴഞ്ഞു പോണ കണ്ട് ഞാൻ പുറകെ നീന്തി ചെന്ന്. അപ്പോഴേക്ക് കാറ്റും വിശറും വന്ന് ത്വാണി പറഞ്ഞ് മുങ്ങിച്ചാകാൻ പോയപ്പോ ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നാണച്ചോ. നീയാ? നീ രക്ഷിച്ചെന്നാ? എടി, നീ അവരെ മൈക്ക് കൊണ്ടുപോയത് ഞാൻ കണ്ടതാടി. ഈ തള്ളക്ക് ഭ്രാന്താണ് കേട്ടാ. എനിക്കെന്തിനാണ് ഇയാളെ മയക്കിയിട്ടും? അപ്പൊ തോണി തുഴഞ്ഞു പോയത് നീയല്ലായിരുന്നു പറഞ്ഞു വരെയാണ? ഇയാള് കണ്ടാ ഞാൻ തോണി തുഴഞ്ഞത്? ആച്ചിയമ്മ പറഞ്ഞതല്ലേ? അതാണ് പറഞ്ഞത് ഈ തള്ളക്ക് ഭ്രാന്താണെന്ന്. ഒരാളെ രക്ഷിച്ചു കൊണ്ടുവന്നപ്പോ എല്ലാം കൂടി എന്നെ തിന്നാനാണ് വരണത്. ഇതെന്ത് ലോകപ്പാ? അച്ചോ, ഞാൻ ദേ പോണേണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അച്ഛൻ വിളിച്ചാ മതി കേട്ടാ. ഞാൻ എന്റെ കുടിലി കാണും. അല്ലേ? വിഷമിക്കാതിരിക്കൂ ജൽസ. സാഗറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ ഓർമ്മ വീണിട്ടില്ലല്ലോ ഫാദർ. മിസ്റ്റർ യോഗി, ഈ ജെൽസി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തൂ. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അങ്ങയോട് പറയാനുണ്ട് ഫാദർ. വാട്ട് ഹാപ്പൻഡ്? യെസ്, ഇറ്റ്സ് ഹാപ്പനിങ്. വാട്ട് ഡു യു മീൻ? പറയാം. ജ്യോതിഷത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? പൂർണ്ണമായും സമ്മതിക്കാൻ എനിക്ക് വയ്യ. ഐ ആം സോറി. എങ്കിലും പറയട്ടെ, എൻ്റെ കോളങ്ങളിലൂടെ ഞാൻ ചില സത്യങ്ങൾ അറിഞ്ഞു. തുറന്നു പറയൂ, നിങ്ങൾ എന്താണ് കണ്ടെത്തിയത്? അത് പറഞ്ഞാൽ ഫാദർ എന്നെ ഒരു എക്സെൻട്രിക്കായി കണക്കാക്കരുത്. ഒരിക്കലുമില്ല. വലിയ ദുരന്തം ഈ കടൽക്കരയിൽ തൻ്റെ വളർച്ച പൂർത്തിയാക്കി മുന്നേറുന്നുണ്ട്. ദുരന്തമോ? എന്താണത്? ഈ കടൽക്കരയുടെ ശാപം, ദുരന്തവാഹിനിയായ ഒരു അപൂർവ ജന്മം. തെളിച്ചു പറയൂ. അത്ഭുത സിദ്ധികൾ വശമുള്ള ആ മുക്കുവക്കിടാത്തിയില്ലേ, മഞ്ജിക, അവളാണ് ഈ കരയുടെ ശാപം. അവൾ പൂർണ്ണമായും ഒരു മനുഷ്യ സ്ത്രീ അല്ല ഫാദർ. യോഗി, യെസ്, ഷീ ഈസ് ഡേഞ്ചറസ്. പുരാണങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള മത്സ്യഗന്ധിയുടെ കഥയുമായി മഞ്ജികയ്ക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. നോ, ഐ കാൻറ്റ് ബിലീവ്. സർ, എന്താ ഈ പറയുന്നത്? സത്യം, സത്യം മാത്രം. ഒന്നുകിൽ അവൾ ഈ കടൽക്കര വിട്ടു പോകണം, അല്ലെങ്കിൽ അവളുടെ ജന്മം ഈ തീരത്തൊടുങ്ങണം. രണ്ടിലൊന്ന് സംഭവിച്ചില്ലെങ്കിൽ ഈ കടലോരം മുടിയും. ഷുവർ. പരിപൂർണമായും നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം. എങ്ങനെ? പറയാം. അതിനു മുൻപ് എനിക്ക് ചിലതൊക്കെ കണ്ടെത്തണം, ചിലതൊരുക്കണം.
പരമരഹസ്യമായി മാത്രം ചെയ്യേണ്ട ചില കർമ്മങ്ങൾ. അതിന് ഫാദറിന്റെ പൂർണ്ണ സഹായം എനിക്ക് വേണം. ഓഫ് കോഴ്സ്, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും മിസ്റ്റർ യോഗിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫാദർ. ഹലോ ജോഫി. യെസ്, നിങ്ങൾ? ഇത്ര വേഗം മറന്നോ? ഞാൻ ജൽസ. ഓ മൈ ഗുഡ്നസ്, മറന്നു. പള്ളിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം അച്ഛനോടൊപ്പം അല്ലേ? ക്ഷമിക്കണോട്ടോ, ഇവിടെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇരിക്കൂ. താങ്ക്സ്. കമ്പോസിങ്ങിനിടയിൽ ഞാനോ ഡിസ്റ്റർബൻസ് ആയോ? നോ നോ നെവർ. ആ, അധികം സംസാരിച്ച് ജോഫിയുടെ സമയം കളയുന്നില്ല. എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. അതിനെന്താ, ചോദിച്ചോളൂ. ജോഫി നാടകങ്ങൾ എഴുതുമല്ലേ? ആ, നഗരത്തിലെ ചില കൂട്ടുകാർക്ക് വേണ്ടി 1-2 വട്ടം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നാടകങ്ങളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ്, അതിനെന്താ. താങ്ക്സ്. ചാൻസ് വരുമ്പോൾ എന്നെ അറിയിക്കണം. കടപ്പുറത്തുള്ള പെൺകുട്ടികൾക്ക് നാടക അഭിനയത്തിന് ജോഫി അവസരം കൊടുക്കാറുണ്ടെന്ന് കപ്പ്യാർ ലാസറേട്ടൻ പറഞ്ഞു. കടപ്പുറത്ത് നിന്നും ഞാൻ ആകെ വിളിച്ചിട്ടുള്ളത് മഞ്ജികയെ മാത്രമാണ്. ഷീ ഈസ് വെരി സ്മാർട്ട് ആൻഡ് ബ്രില്യൻറ്റ്. എന്താ എക്സ്പ്രഷൻസ്! 1-2 വട്ടം പറഞ്ഞു കൊടുത്ത ഡയലോഗ്സ് ബൈഹാർട്ടാവും. എ പെക്യുലർ വൺ. ജോഫി എനിക്ക് മഞ്ജികയെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. അത് വേണോ? എന്താ? അല്ല, മഞ്ജികയെക്കുറിച്ച് കടപ്പുറത്ത് ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല. പിന്നെ അങ്ങനെ ഒരാളുമായി കൂട്ടുകൂടാൻ അവൾ പെട്ടെന്ന് തയ്യാറാകുകയില്ല. കൊള്ളാലോ കക്ഷി. എന്തായാലും ഞാൻ പരിചയപ്പെടാൻ തന്നെ തീരുമാനിച്ചു. ജോഫി എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. പറയുമ്പോൾ അതിശയിക്കരുത്. മഞ്ജികയ്ക്ക് പെൺകുട്ടികളുമായി ഇടപെടാൻ തീരെ ഇഷ്ടമല്ല. അതേപറ്റി ജോഫി ചോദിച്ചിട്ടില്ലേ അവളോട്? ഉവ്, ഇതുവരെ കൃത്യമായൊരു മറുപടി എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ വിവാഹത്തെപ്പറ്റി ചോദിച്ചപ്പോൾ മാത്രം മഞ്ജിക വല്ലാതെ അസ്വസ്ഥയായി. കുറേ നേരം ദൂരേക്ക് കണ്ണുനട്ട് എന്തോ ഓർത്തിരിക്കും പോലെ അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് പെക്യൂലിയർ. എനിക്കിപ്പോഴും പൂർണ്ണമായി അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നെനിക്കറിയാം, ജീവിതത്തിൽ അനാഥത്വവും ഏകാന്തതയും അവളെ വല്ലാതെ വീർപ്പൊട്ടിക്കുന്നുണ്ട്. ഐ എം സോറി. ഹൃദയത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് അനുവാദം കൂടാതെ എത്തി നോക്കുന്നു എന്ന് കരുതിയില്ലെങ്കിൽ മഞ്ജികയെ ജോഫി ഡീപ്പായി സ്നേഹിച്ചിരുന്നു അല്ലേ? സത്യമാണ്. മറ്റൊരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരു വികാരം എനിക്ക് അവളുണ്ടായിരുന്നു. കുറെ നാൾ മുമ്പ് ഞാൻ അവരോട് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ പറയൂ ജോഫി. നൗ വി ആർ ക്ലോസ് ഫ്രണ്ട്സ്. പക്ഷേ പരിചയപ്പെട്ട മറ്റാരേക്കാൾ അവളെന്നെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ ഒരു വിവാഹബന്ധത്തിൽ ഒതുങ്ങി ഈ കടപ്പുറത്ത് ജീവിച്ചു മരിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവൾ മറ്റാരെ ഉപദേശിക്കുന്നുണ്ട്. ആരെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ അയാൾ വരുമെന്ന് അവൾക്ക് തീർച്ചയുണ്ട്. ഈ കടപ്പുറത്തുകൂടി കണ്ണെത്താ ദൂരത്തോളം നടന്നാൽ ദൂരെ കടലിൽ തിളങ്ങുന്ന കണ്ണാടിപ്പാറ കാണാൻ കഴിയുമെന്നാണ് കടപ്പുറത്തുകാരുടെ വിശ്വാസം. ആ കണ്ണാടിപ്പാറക്കപ്പുറത്തു നിന്ന് കടൽപ്പൂക്കളുടെ മണം വീശുന്ന കാറ്റിനൊപ്പം ആരോ ഒരാൾ അവളെ തേടി വരുമത്രേ. അയാൾക്കൊപ്പം പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവൾ. തെളിച്ചു പറഞ്ഞൂടെ? കടലിൽ നിന്നും കയറി വരുന്ന കരുത്തനായ മനുഷ്യനെയും കാത്ത് വെളുക്കുവോളം ഒരു പ്രതിമ പോലെ ശരീരമിളകാതെ ധ്യാനത്തിലെന്നോളം അവൾ മിഴി തുറന്ന് നിൽക്കുന്നു ഞാൻ ഈ കണ്ണുകൾ കണ്ടിട്ടുണ്ട് ജൽസ. മൈ ഗോഡ്. ഇപ്പോൾ എനിക്ക് അവളെ പേടിയാണ്. ബിക്കോസ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവൾ സാധാരണ സ്ത്രീയല്ല. അമാനുഷികമായ ഏതോ ശക്തി അവളെ കുടികൊള്ളുന്നുണ്ട്. ഐ ആം ഷുവർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. എന്താണ് ഈ സമയത്ത് എവിടെ നിന്നാണ് മീൻ മണക്കണത്? ലാസർ ചേട്ടോയ്. ലാസർ ചേട്ടാ, ഞാനാണ് മഞ്ജിക. ദേ ഇവിടെ. നീയായിരുന്ന? ഞാൻ ദേ ഓർത്തതേ ഉള്ളു കേട്ടാ. എന്തോർത്തെന്ന്? അല്ല, രാത്രിയാണല്ല, പിശാചുക്കളിറങ്ങണ സമയമാണല്ലോ എന്നോർത്തതേ ഉള്ളെന്ന്. അയ്യാ, അയാള് ദേ സുവിശേഷം പറയാണ്. എന്താണ് ഇവൻ കൊച്ച ഈ രാത്രിയില്? താൻ അവിടെ പിടയ്ക്കാതെ നില്ലടോ.
ഞാൻ ദേ ഒന്ന് ശ്വാസം വിടട്ടെന്ന്. ആ വിട് വിട്, ഞാൻ ദേ പ്രാർത്ഥന എത്തിക്കായിരുന്നു. അപ്പോഴുണ്ട് നല്ല പച്ചമീനിന്റെ സുഗന്ധം വരണം. ആ ഞാൻ കുളിച്ചില്ലടോ, എന്റെ വിശർപ്പിന്റെ നാറ്റമായിരിക്കും. കാര്യം മുക്കോപ്പെണ്ണാണെങ്കിലും നീ മീൻ കൂട്ടൂലല്ല, പിന്നെ എങ്ങനെയാണ് വിശക്കുമ്പോ മീൻ്റെ മണം വരണത്? അത് പിന്നെ താൻ എന്തൊരു മണ്ടച്ചാരാടോ. കുളിക്കാതെ മീനും വിറ്റ് നടന്ന എനിക്ക് പിന്നെ കുന്തിരിക്കത്തിന്റെ മണം ഉണ്ടാകുക? അതേ, അതൊരു ന്യായപ്രമാണമാണല്ല. അല്ല അതിരിക്കട്ടെ, നീ ഇപ്പൊ ഈ രാത്രിയിൽ ഇങ്ങാട് കയറി വന്നത് എന്തിനാണ്? അത് പിന്നെ ലാസർ ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ദേ കുറച്ചു നാളായിട്ട് ഉപകാരം ചെയ്യൽ നിർത്തി വെച്ചിരിക്കണേന്ന്, പ്രത്യേകിച്ച് രാത്രിയിൽ. ഹാ എന്ന് പറഞ്ഞാ പറ്റുവാ? എനിക്കത്ര അത്യാവശ്യമാണെന്ന്. എന്താവശ്യമാണെങ്കിലും എന്നെ കൊണ്ട് പറ്റൂല. കൊച്ചു കുടിയിലാട്ട് ചെല്ല്. എടോ കപ്പിയാരി കേട്ടോ, എന്താണെന്ന്? അപ്പൊ താൻ എന്നെ സഹായിക്കുകയല്ലെന്ന് ഉറപ്പിച്ച്. എന്താടോ തന്റെ നാക്കിറങ്ങിപ്പോയാ? കർത്താവേ, ദേ ഇതാണ് പ്രലോഭനം എന്ന് പറയണത്. ഇല്ല, ഇയാളെന്റെ വായിൽ നിന്ന് കേട്ടിട്ടേ ഉറങ്ങുള്ളൂ. ഞാൻ എന്താണ് ചെയ്യണ്ടേന്ന് പറയ്. എടോ ലാസറിയാട്ടോ, എനിക്ക് നിനക്കെന്താടി മഞ്ചിയേ? ഒച്ച വെക്കരുത്. എനിക്ക് ആ സാഗരൻ സാറിനെ ഒന്ന് കണ്ടേച്ചാ മതി. എന്റെ പിതാവേ, ഈ രാത്രിയിലാ? എന്തിനാണ്? തന്നോടല്ലേ ഒച്ച വെക്കരുതെന്ന് പറഞ്ഞതും. ഈ രാത്രിയിൽ നീ എന്തു ഭാവിച്ചാണെന്ന്? ദേ സാഗരൻ കുഞ്ഞിന് പനി കൂടിയിട്ട് ഇപ്പം മരുന്നും കൊടുത്ത് കിടത്തിയൊക്കെയാണ്. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പിന്നെ കണ്ണു തുറക്കുവാനാ മിണ്ടാനാ പറ്റിയിട്ടില്ലെന്ന്. എന്തിനാണ്? മരുന്ന് വായിലൊഴിച്ചു കൊടുക്കുമ്പോഴും ബോധം വീണിട്ടില്ല. നേരം വെളുത്തിട്ടും കണ്ണു തുറന്നില്ലെങ്കിൽ പട്ടണത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ലൂക്കോസ് കയറ്റേണ്ടി വരുമെന്നാ ഡാക്ടർ പറഞ്ഞേക്കണത്. അതല്ലേ പറഞ്ഞത് തന്നോടാ മുറിയൊന്ന് തുറന്നു തരാൻ. എനിക്ക് ആ സാറിനെ കണ്ടിട്ട് കാര്യമുണ്ടോ? അതിന് നിനക്ക് പകലിങ്ങാട്ട് വന്ന് കാണാൻ പാടില്ലേ? രാത്രിയിൽ കാണേണ്ട കാര്യത്തിന് പകല് കണ്ടാൽ എങ്ങനെയാടോ? ഓ, ആ പറഞ്ഞതൊരു ശരിയാണല്ല. ആരും അറിയാതൊരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങാട് വയ്ക്കാളാടോ? ഉറപ്പാണല്ല മഞ്ചികേ? എനിക്ക് ഇയാളുടെ. ശരി, എന്നാ നീ വാ. ഇങ്ങാട്ട് നോക്കിയേ, ഉടനെ ഇങ്ങാട്ട് ഇറങ്ങി വരുമല്ല. ഓ വന്നോളാം. ഇയാളെനി മണം പിടിച്ച് നിൽക്കണ്ട കേട്ടാ. അയ്യേ, എന്നാ അതിന് കിട്ടിയാല? സർവശക്തനായ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്റെ പുറത്തു നിന്ന് പറിച്ച് ദൂരത്താട്ട് കളയണേ. എന്താ ലാസറിയേട്ടാ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമ്പേയും പറയണത്? കർത്താവേ, ചതിച്ച. എന്താ പേടിച്ചു പോയോ? ഹേയ്, പിന്നെ ജൽസക്കുഞ്ഞ് ഈ സമയത്ത് എങ്ങാട്ട് പോണേന്ന്? രാത്രിയിലെ നിലാവിൽ കടൽ തീരത്തൂടെ നടക്കാൻ നല്ല രസമാണല്ലേ? അത്രക്കങ്ങാട് രസമില്ലെങ്കിലും ഇല്ലാന്ന് തീർത്തു പറയാൻ പറ്റുകയല്ല. നമുക്കൊന്ന് കടൽക്കരയിലൂടെ നടന്നാലോ? ഈശോയെ, അത് വേണോ? എന്താ, നിലാവിലിറങ്ങി നടക്കാൻ പേടിയുണ്ടോ? ഹേയ്, പേടി തീരെ ഇല്ല. പിന്നെ ധൈര്യം അത്രയും കൂടി ഇല്ല. ആ ഒരവസ്ഥയാണ് ഇപ്പൊ ലാസറിയേട്ടന്റെ. എങ്കിൽ ശരി, ഞാനൊന്ന് പുറത്തിറങ്ങുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പക്ഷെ രാത്രിയാണ് കേട്ടാ, ദൂരത്താട്ട് പോവല്ലേ. കർത്താവേ, ഇന്ന് പരീക്ഷണങ്ങളുടെ രാത്രിയാണെന്നാണല്ലോ തോന്നണത്. അല്ലേ, ഇവിടെ ഇതിനകത്താട്ട് കയറിയിട്ടത് എന്ത് കാട്ടണേണ്? കർത്താവെ, അകത്താട്ട് കയറി നോക്കാനുള്ളൊരു ചങ്കൂറ്റോണെങ്കിൽ കിട്ടണമില്ലല്ല. ചെറുപ്പക്കാരായ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. വയസ്സായ നമ്മൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ദേ ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പോണേന്. കുരിശും വരച്ചും കിടന്നേക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. എത്ര നേരമായി കടപ്പുറത്തൂടെ അലയുന്നു, ആരെയും കാണുന്നുമില്ല. ഈ മഞ്ചികയുടെ കുടിൽ എവിടെയാണാവോ? മുന്നോട്ട് നടക്കാൻ സത്യത്തിൽ പേടി തോന്നുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും ഈ മന്ത്രവാദി പുഴന്റെ കള്ളി വെളിച്ചത്താക്കിയിട്ട് മറ്റു കാര്യം. ഹലോ ജൽസ. പേടിച്ചു പോയോ? ഓ, ജോഫിയോ? ശരിക്കും പേടിച്ചുപോയി. ജോഫി എന്താ ഇവിടെ? ഞാൻ ഇന്ന് പൗർണമി രാവ. ഈ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത്തരം ദിവസങ്ങളിലെ രാത്രികളിലാണ് മഞ്ചികയെ ഞാൻ ഈ കടപ്പുറത്ത് കണ്ടിട്ടുള്ളത്. തുറന്ന് ചോദിക്കട്ടെ, മഞ്ചികയെ ജോഫി എന്തിനിങ്ങനെ ഫോളോ ചെയ്യുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം മഞ്ചിക ആരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവൾ ആരെ കാത്തിരിക്കുന്നു അറിയേണ്ടത് അത്യാവശ്യമാണ്. അവളെ അന്വേഷിച്ചെത്തുന്ന ആ മനുഷ്യനാരെന്ന് എനിക്ക് കണ്ടെത്തണം. ജീവിതത്തിൽ ഇപ്പോൾ ആ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ. ഇവിടെ ഈ കടൽക്കരയിൽ വന്നപ്പോൾ മുതൽ എനിക്കും ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു ജോഫി. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി, എനിക്കും സാഗറിനുമിടയിൽ ഒരു കടൽ പോലെ തടസ്സം നിൽക്കുന്നത് മഞ്ചികയുടെ സാന്നിധ്യമാണെന്ന്. ഇന്ന് നമ്മുടെ രണ്ടുപേരുടെയും ചിന്തകൾ അലട്ടുന്നത് മഞ്ചികയുടെ രഹസ്യങ്ങളാണ്. അവളെപ്പോലെ തന്നെ നിസ്സാരമായി തള്ളിക്കളയാനാവില്ല
അവൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും. ഇന്ന് അവളോട് പലതും നേരിട്ടറിയാൻ തന്നെയാണ് ഞാനിവിടെ എത്തിയത്. എങ്കിൽ ജോഫിയോടൊപ്പം ഞാനും ഉണ്ട്. നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒന്നവിടെ നിന്നേ. മഞ്ജിക, നീ? അതേന്ന്, എന്നെ അന്വേഷിച്ചാണ് നിങ്ങ പോണതെങ്കിൽ വെറുതെ നടന്ന സമയം കളയണ്ട. ഞാനിവിടെ തന്നെ ഉണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞാലും മതിയല്ല. അത് മഞ്ജികെ, സാഗർ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ്. നിനക്കെന്നല്ല, ലോകത്തിൽ ഒരു പെണ്ണിനും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി സാഗറിനെ കാണാനോ സംസാരിക്കാനോ നീ ഒരുങ്ങരുത്. അവനുമായിട്ടുള്ള ചങ്ങാത്ത ഉപേക്ഷിക്കുന്നതിന് പ്രതിഫലമായി നീ എത്ര പണം ചോദിച്ചാലും ഞാൻ തരും. എത്രയാണ് വേണ്ടതെന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു കാര്യം കൂടി, നിന്നോട് ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇക്കാര്യം പറയണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. മനസ്സിലായല്ലോ? ഞാൻ പോകുന്നു ജോഫി. മഞ്ജികെ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നീ എല്ലാവരെയും വേദനിപ്പിക്കുന്നു. തുറന്നിങ്ങാട് വായിക്ക്. അല്ലേലും ഞാൻ എന്റെ മനസ്സിലുള്ളതെല്ലാം കുറെയെങ്കിലും തുറന്നു പറഞ്ഞിട്ടുള്ളതും സാറിനോടാണല്ല. സാറിന് എന്നെ കുറിച്ച് എന്താണ് അറിയേണ്ടതും? കൂടുതലൊന്നും അറിയണ്ട. നീ ആരാണ്? മനുഷ്യർക്ക് അസാധ്യമായ ഏതോ ശക്തിവിശേഷം നിനക്കുണ്ട്. പറ, അതെവിടെ നിന്ന് കിട്ടി? ചിരിക്കരുത്, ചിരിക്കരുത്. പ്രേതത്തിലോ പിശാചിലോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈശ്വരൻ എന്നത് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഗണത്തിലും നിന്നെ ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നില്ല ഞാൻ. പക്ഷേ പറയൂ, നീ പറ, നീ ആരാണ്? നേര് പറഞ്ഞ സാറി ചോദിച്ചതിന്റെ ഉത്തരം ഞാനും കുറെ നാളായി തിരക്കി നടക്കുകയാണ്. നിങ്ങളെയെല്ലാം വേദനിപ്പിച്ചേച്ച് ഈ കടാപ്പുറത്ത് കഴിയണമെന്ന് എന്നാണേ എനിക്കില്ല. പക്ഷേ ഈ കടാപ്പുറം വിട്ടു പോകാൻ എനിക്കൊട്ടും മനസ്സും വരണില്ല. അങ്ങനെ പോകാനാണെങ്കിൽ തന്നെ ഞാൻ എങ്ങാട്ട് പോവും? എന്നെ കിട്ടിയത് കടാലിന്നാണെന്നാണ് എല്ലാരും പറയണത്. അവസാനം അങ്ങാട് തന്നെ പോകേണ്ടി വരുമെന്നാണ് തോന്നണത്. ആരെയോ കാത്തിരിക്കായിരുന്നല്ലോ നീ. അവൻ എത്തിയില്ലേ ഇതുവരെ? ആ കടൽപ്പൂവിന്റെ മണമുള്ളവൻ എത്തിക്കഴിഞ്ഞെന്ന് ഇപ്പൊ എനിക്കും തോന്നണുണ്ട്. കുഞ്ഞുനാളില് ഓരോ തിരയടിക്കുമ്പോഴും ഓടി ചെന്ന് നോക്കും, കക്കയും ശംഖും കടാപ്പുറത്ത് വന്ന് അടിയനുണ്ടാന്ന്. അത് പെറുക്കി വിറ്റ് നടന്നാണ് ഞാൻ വളർന്നത്. എന്റെ മുന്നിൽ കടാലമ്മ കൊണ്ടുവന്നിട്ട് തന്ന ഒന്നും ഞാൻ ആർക്കും പങ്കുവെച്ചിട്ടില്ല, ഇനിയൊട്ട് പങ്കുവെക്കുകയില്ല. സാറൊരു കാര്യം ചെയ്തേക്കണം. ഇപ്പൊ ഇവിടുന്ന് പോയ ആ പെണ്ണുണ്ടല്ല, സാറ് കൂട്ടിക്കൊണ്ടു വന്നവള്, ആ സുന്ദരിക്കുവാതയാടി എന്ന് പറഞ്ഞേക്ക് കേട്ടാ. ഞാൻ ഈ കടാപ്പുറത്ത് തന്നെ വളർന്നതെന്ന്. കക്കയും ശംഖും മാത്രമല്ല, കടാലമ്മ കനിഞ്ഞു തരണത് അവളുടെ കല്യാണച്ചക്കനെയാണെങ്കിൽ അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ചെന്ന് പറഞ്ഞേക്ക്. മരിച്ച് മണ്ണിനടിയിലാട്ട് പോകാൻ നേരത്ത് കർത്താവ് എന്നൊരൊറ്റ വിളിയാണ്, ലാസറേ എഴുന്നേറ്റിങ്ങാട്ട് വാടാ. ആ വിളി കേട്ട് ജീവിതത്തിലാട്ട് തിരിച്ചു വന്ന വേദപുസ്തകത്തിലെ ലാസറിന്റെ പോലെ തന്നെയാണ് കേട്ടാ ഇപ്പൊ ഈ കപ്പ്യാരി ലാസറിന്റെയും ഗതി. തനിക്ക് എന്തു പറ്റുള്ളൂ ലാസറേ? സാഗറിന് ബോധം തെളിഞ്ഞതിൽ സന്തോഷിക്കില്ലേ വേണ്ടത്? ഇന്നലെ വൈകിട്ട് കൊടുത്ത മരുന്ന് ശരിക്ക് ഏറ്റുമെന്ന് വേണം കരുതാൻ. ഏറ്റി ആ പെണ്ണിന്നലെ ആ മുറിയിലോട്ട് കയറിയപ്പോഴേ നമ്മ തീരുമാനിച്ചതാണ് ഇന്ന് എന്തെങ്കിലും ദിവ്യാത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. ഏത് പെണ്ണ്? ജൽസയോ? അല്ലച്ചാ, മറ്റവള്, ആ മറുത മഞ്ചിക. മഞ്ചികയോ? ഇന്നലെ രാത്രി ആ പെണ്ണ് കയറി വന്ന് എന്നെ മയക്കി ഇട്ടിട്ട് സാഗരൻ കുഞ്ഞിന്റെ മുറിയിലാട്ട് കയറി. അവൾ എന്തിനാണ് സാഗറിനെ തേടി വന്നത്? മറുപടി ഞാൻ പറയാം ഫാദർ. യോഗീന്ദ്രൻ, അവർ ഒരു ദിവ്യാനുരാഗത്തിന്റെ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു. മഞ്ജികയെ കൂടാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് സാഗരൻ ഇപ്പോൾ എന്നോട് തീർത്തു പറഞ്ഞു. ഓ മൈ ഗോഡ്! അപ്പോൾ ജിൽസ? അസ്തമിച്ച പ്രതീക്ഷകളുമായി ജൽസ മടങ്ങേണ്ടി വരും. അവന്റെ മനസ്സിൽ നിന്നും മഞ്ജികയെ പുറന്തള്ളാൻ ഫാദറിന്റെ ഉപദേശങ്ങൾക്കോ ശാസനകൾക്കോ ഇനി കഴിയില്ല. കാരണം ഗുരുതരമായ മറ്റൊരു വിപത്ത് സാഗരനെ ചൂഴ്ന്നു നിൽക്കുന്നതായി ഞാൻ അറിയുന്നു. എനിക്ക് മനസ്സിലായില്ല. രാജയോഗം സിദ്ധിച്ച ജന്മമാണ് സാഗരന്. പിന്നെന്താണ് പ്രശ്നം? പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രത്യേകത കണ്ടത് അവൻ ആയുസ് വളരെ കുറവാണ് എന്നതാണ്. ഏകദേശം 30 വയസ്സിന് ശേഷം
സാഗരനൊരു വലിയ മാറ്റം സംഭവിക്കാനിരിക്കുന്നു. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ അധികാരലബ്ധി. 30 വയസ്സിന് ശേഷം സാഗരൻ മരിച്ചിട്ടില്ലെങ്കിൽ അവനൊരു ചക്രവർത്തിയെ പോലെ ജീവിക്കുമെന്നാണ് എൻ്റെ കോളങ്ങൾ സൂചിപ്പിക്കുന്നത്. സാഗരൻ ഇപ്പോൾ 34-ാം വയസ്സിനോട് അടുക്കുകയാണ്. മൈ ഗോഡ്, 34! ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ വയസ്സിൽ അവന് എന്തും സംഭവിക്കാം. ഐ എം ഷുവർ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും യോഗീന്ദ്രൻ? ഫാദർ ഒരിക്കൽ പറഞ്ഞില്ലേ, സാഗരനെ കടൽ തീരത്ത് നിന്നും കിട്ടിയതാണെന്ന്. മഞ്ജികയും കടലിൽ നിന്നും കിട്ടിയ കുട്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. യോഗീന്ദ്രൻ പറഞ്ഞു വരുന്നത്? ഇരുവരുടെയും ജനനം നമുക്കജ്ഞാതം. ഇരുവരും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നു. പരസ്പരം കാണാതെ അകന്ന് ജീവിച്ചു വളർന്നിട്ടും എത്രയോ അകലങ്ങളിൽ നിന്നും ഒടുവിൽ വീണ്ടും ഈ കടൽ തീരത്ത് വന്ന് കണ്ടുമുട്ടുന്നു. പരസ്പരം ഹൃദയം കൈമാറുന്നു. ഈ പ്രത്യേകതകൾ എന്തോ എന്നെ പേടിപ്പെടുത്തുന്നു. പേടി എല്ലാവർക്കും ഉണ്ട് സാറേ. നാളെ ഞാനൊരു യാത്ര പോകുന്നു. ഞങ്ങൾ ഫോസിൽസ് ശേഖരിക്കാൻ പോയില്ലേ ആ കടലോരത്തേക്ക്. 3 ദിവസത്തിന് ശേഷം തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് വേണം എനിക്കെന്റെ കർമ്മങ്ങൾ തുടങ്ങാൻ. മഞ്ജിക എന്ന മുക്കുവക്കിടാത്തിയിലെ അമാനുഷിക ശക്തിയുടെ ഉന്മൂലന കൊള്ളാവല്ല. എന്നെ നശിപ്പിച്ചേച്ച് ഈ കടാപ്പുറം വിടാൻ മാത്രം എടുക്കാനാണോ യോഗി സാറ്? മഞ്ജികേ, പേടിപ്പിക്കല്ലേ സാറേ. നിങ്ങ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്തല്ല ആഴക്കടലിൽ കാണും, അറിയാവാ? മഞ്ജികേ, സാറെന്താണ് എന്റെ പ്യാര് വിളിച്ചു പഠിക്കുകയാണാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. ഈ കടാപ്പുറം ഉണ്ടല്ല, മഞ്ജികയ്ക്ക് പോറ്റമ്മയാണ്. ഇവിടെ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ലല്ല, ഉണ്ടാ? അതുപോലെ എന്നാടും പെരുമാറണം. വ്യാധപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലേ അച്ചോ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്? ഉണ്ടാടോ ലാസ്രിയേട്ടാ? വേദപുസ്തകത്തിൽ മാത്രമല്ല, അച്ഛൻ പള്ളിയകത്ത് എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കണ കാര്യമല്ലേ ഇത്? കൊള്ളാം. എന്നാലേ അതും വണ്ണ എല്ലാരും ജീവിക്കണം, എന്നാലേ ഒക്കത്തുള്ളു. അല്ലാതെ മന്ത്രപ്പണിയും കൂടോത്രം ചെയ്തുകൊണ്ടിരുന്നാലേ തന്നെത്താൻ മുടിയത്തേ ഉള്ളു. പിന്നെ യോഗി സാറ് വലിയ ധീരനാണല്ല. മറ്റുള്ളവർ എന്നെ പറ്റി പറയണത് കേട്ട് പേടിച്ചെങ്കി വേണ്ട. അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ കുടിലോട്ടൊന്ന് ഇറങ്ങണം. നമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റയ്ക്ക് വരണേ, രഹസ്യമാണ് കേട്ടാ. പോട്ടെ അച്ചോ. എന്താണ് അച്ഛൻ എന്നാട് ഗർവിച്ചിരിക്കുകയാണ്? അല്ല. ഞാനും കരുതി നമ്മൾ തമ്മിൽ എന്തിനാണൊരു വഴക്കെന്ന്. പോട്ടടോ കപ്പിയാരി ചേട്ടാ. ചെല്ലി നമ്മൾ തമ്മിലും വഴക്കൊന്നും ഇല്ല കേട്ടാ. എന്നാണ് നീ വഴക്ക് വയ്ക്കല്ലേ? താനെന്തിനാണ് അങ്ങനെയൊക്കെ പറയണത്? നമ്മൾ അയൽക്കാരല്ലേടോ. അതാണ് പിന്നെ ഒരാശ്വാസം. ആഹാ, ആച്ചിയമ്മ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? വരൂ വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കുഞ്ഞി കണ്ണാടിപ്പാറ എന്ന് കേട്ടിട്ടുണ്ടാ? ഉവ്വ്, കേട്ടിട്ടുണ്ട്. അവിടുന്ന് ജലപിശാചുക്കൾ കയറി വരും. കടാപ്പുറത്തെ തണ്ടും തടിയുള്ള ആണുങ്ങളെ മയക്കാൻ പുറംകടലില് വലയാനക്കം കാണുമ്പോൾ വെള്ളത്തിൽ നിന്ന് അവള് കയറി വരും. തോണിത്തലയ്ക്ക് വന്നിരുന്ന് കിന്നാരം പറയും. തലയും മോലയും കാട്ടി മയക്കും. ദേ ഇപ്പൊ ഒരുത്തിണ്ടല്ലോ നമ്മുടെ കടാപ്പുറത്ത് മഞ്ജിക. മോള് സൂക്ഷിക്കണം കേട്ടാ. നിന്റെ ചെക്കനെ ഇനി അവള് തട്ടിയെടുക്കാതെ നോക്കണേ. ഇനി പോഴത്തം പറ്റിയാ പിന്നെ കിട്ടുകയല്ല. അല്ല ആച്ചിയമ്മേ, അവളെ, ആ മഞ്ജികയെ നമുക്ക് ഈ കടൽക്കരയിൽ ഓടിച്ചാലോ? ഓടിച്ചാലൊന്നും പറ്റിയില്ല കൊച്ചേ. പിന്നൊരു വഴിയുണ്ട്. എന്ത് വഴി? പുറംകടലിൽ നിന്ന് പിടിക്കണം മീൻ തീറ്റിക്കണം. ഛർദിച്ച് കുടലും പൊട്ടി ചത്തുപോണം. ഗുഡ്, നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ? മീൻ ഞാൻ കൊണ്ടുതരാം. പക്ഷേ അവളത് തിന്നില്ല കൊച്ചേ. മീനാണെന്ന് മനസ്സിലാകാത്ത മട്ടിൽ അത് അവൾക്ക് വിളമ്പണം. ആരെ കൊണ്ട് പറ്റും? എനിക്ക് കഴിയും. ആച്ചിയമ്മ ഇപ്പൊ പൊയ്ക്കോളൂ. ദിവസം ആകുമ്പോ ഞാൻ ലാസ്റ്റ് ചേട്ടനെ വിട്ടുവിളിപ്പിക്കാം. സമയം പറഞ്ഞുതരാം. എന്നാ ആച്ചിയമ്മ പോണേണ്. ജോഫി,
ഞാൻ ചില പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അവളെ കൊന്നുകളയുന്നതിനെ കുറിച്ചല്ലേ? യെസ്. മറ്റു മാർഗങ്ങളില്ലെങ്കിൽ എനിക്കത്ര ക്രൂരമായി ചിന്തിക്കേണ്ടി വരും. പറയൂ, ജോഫിക്ക് എന്നോടൊപ്പം നിൽക്കാനാവോ? അത് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോ പറയലല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. എനിക്ക് സാഗറിനെ നേടിയെടുത്തേ മതിയാവൂ. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നേടാൻ ആഗ്രഹിച്ചത് അതെന്തായാലും എന്ത് വില കൊടുത്തും നേടണം. സാഗറിനെ നേടാൻ എനിക്കായില്ലെങ്കിൽ പിന്നെ മറ്റൊരു പെണ്ണ് അവനെ നേടില്ല ജോഫി, ഷുവർ. ജൽസ, അവളോട് വിജയം നേടണമെങ്കിൽ അവളിലെ അമാനുഷിക ശക്തികളെങ്കിലും നാം നശിപ്പിച്ചിരിക്കണം. അത് മതി. ആച്ചിയമ്മ പറഞ്ഞതനുസരിച്ച് കടലിലൊരു നിയമമുണ്ട്. മത്സ്യകന്യകൾ ഒരിക്കലും മത്സ്യം ഭക്ഷിക്കരുതെന്ന്. അറിയാതെ പോലും അത് ആഹാരമായി അവർ ഭക്ഷിച്ചാൽ അവർ സാധാരണ സ്ത്രീകളായി പോവും. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ? തീർച്ചയായും. തന്റെ കഴിവുകൾ നഷ്ടമായാൽ ഒരുപക്ഷെ കണ്ണാടിപ്പാറ കടന്നെത്തുന്ന ആ മനുഷ്യനെ പോലും അവൾ മറന്നു വരും ജോഫി. ചിലപ്പോൾ ജോഫിയുടെ സ്നേഹം നിറഞ്ഞ മനസ്സ് തിരിച്ചറിയാനുള്ള കഴിവ് അതോടെ അവൾക്ക് കൈവന്നുവെന്നു വരും. പക്ഷേ ഇരു ചെവി ഇക്കാര്യം അറിയരുത്. സാഗരൻ 34-ാം പിറന്നാളിനോട് അടുക്കുകയാണ്. കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും സൗകര്യാർത്ഥം ഒരു ദിവസം നിശ്ചയിച്ച് നമ്മളൊരു സദ്യ ഒരുക്കുന്നു. കടലോരത്തെ പാവങ്ങൾക്കും പള്ളിമേടയിൽ വെച്ച് ഒരു നേരം ആഹാരം നാം കൊടുക്കും. ആ സദ്യയിൽ മഞ്ജികയ്ക്ക് നാം മത്സ്യം വിളമ്പും. എങ്ങനെയുണ്ട്? That's the best way. ജൽസയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. You are very clever. Thank you very much. നാം ഒന്ന് നനയ്ക്കുന്നു, ദൈവം മറ്റെന്തോ സംഭവിപ്പിക്കുന്നു. പക്ഷേ മത്സ്യകന്യകകൾ എന്ന പൗരാണിക സങ്കല്പത്തെക്കുറിച്ച് മറ്റു ചില വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. പണ്ട് ഇവർ ദേവലോകത്തെ ഗന്ധർവ കന്യകകളായിരുന്നു. അതിയായ കാമാസക്തിയുള്ള സുന്ദരികൾ. ദേവലോകത്ത് അതിഥികളായി വരുന്നവരെ തങ്ങളുടെ കാമപൂർത്തിക്കായി ഇവർ രഹസ്യമായി ഉപയോഗിച്ചു പോന്നു. ഒടുവിൽ ഈ വിവരമറിഞ്ഞ ദേവലോകാധിപനായ ഇന്ദ്രൻ അവരെ ശപിച്ചു. പാതി സ്ത്രീരൂപവും പാതി മത്സ്യരൂപവുമായി ദീർഘനാൾ കടലിൽ അലയാൻ അങ്ങനെ അവർ വിധിക്കപ്പെട്ടു. ശാപമറിഞ്ഞ് കണ്ണീരോടെ ഗന്ധർവസുന്ദരികൾ ഇന്ദ്രന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. മനസ്സലിഞ്ഞ ഇന്ദ്രൻ ശാപമോക്ഷത്തിനായി ഒരു നിബന്ധന വെച്ചു. ഭൂമിയിൽ വെച്ച് എന്നെങ്കിലും ഒരു നാൾ മത്സ്യപുരുഷൻ നിങ്ങളെ തേടി വന്ന് പരിഗ്രഹിച്ചാൽ അന്ന് നിങ്ങൾ മോക്ഷം പ്രാപിക്കും എന്ന്. യുഗങ്ങളായി കാത്തിരുന്ന് മടുത്ത മത്സ്യസുന്ദരികൾ ഇടയ്ക്ക് കരയ്ക്ക് കയറി കരുത്തരായ യുവാക്കളെ തങ്ങളുടെ കാമാസക്തിക്ക് ഇരയാക്കാറുണ്ടത്രേ. ഫാന്റാസ്റ്റിക്. നമ്മുടെ പ്രതിയോഗി മഞ്ജിക അത്തരമൊരു ഗന്ധർവ യുവതിയാണെങ്കിൽ അങ്ങനെയാവുമോ? ആണെന്ന് വന്നാൽ അവൾ നോട്ടമിട്ടിരിക്കുന്ന സാഗരന്റെ വ്യക്തിത്വം പോലും എന്നിൽ സംശയത്തിന്റെ വിത്തുപാകുന്നു. ശാപമോക്ഷം ആഗ്രഹിക്കുന്ന ഒരു ഗന്ധർവ കന്യകയാണ് മഞ്ജികയെങ്കിൽ അവൾ വിടാതെ പിടികൂടി വിവാഹത്തിനൊരുക്കുന്ന നമ്മുടെ സാഗരൻ ഒരു മത്സ്യപുരുഷനായിരിക്കണം. വേണ്ടേ? എന്ത്? ഫാദർ നടുങ്ങുന്നു. പക്ഷേ നാം ഭയന്ന് പിന്മാറിയാൽ അവൾ വിജയിക്കും. സാഗരനെയും കൊണ്ട് അവൾ രക്ഷപ്പെടും. അത് പാടില്ല. താനെന്താണ് പാത്രം നോക്കി തെക്കോട്ടും വടക്കോട്ടും നടക്കണേ? ഇങ്ങോട്ട് നോക്കിയേ, ആ സാമ്പാറത്തിന് ഇങ്ങോട്ട് നോക്കിയേ. എന്താണ് തരാവില്ല, താ കിടന്ന് തൊള്ള തുറക്കല്ലെന്ന്. ഏതാണ്ട് പ്രാണവായു തീർന്നു പോയല്ല. ആ സാറവിടെ നിന്ന് വർത്താനം പറഞ്ഞ് രസം പിടിച്ച് നിൽക്കണ സാറേ. ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളെല്ലാം ഈ പള്ളിമുറ്റത്ത് കൂടിയിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കുന്നത് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ്. കാരണം നമ്മുടെ അനാഥാലയത്തെ സംബന്ധിച്ചിടത്തോളം സാഗരൻ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. തനിക്ക് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ കൂടി സാഗരൻ തീരുമാനിച്ച വിവരം ഈ തരുണത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പെൺകുട്ടി ആരാണെന്നാവും അല്ലേ? ഞാൻ പറയാം, മറ്റാരുമല്ല, ഈ കടപ്പുറത്ത് തന്നെ ഉള്ളവളും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയുമായ മഞ്ജിക എന്ന മുക്കുവ പെൺകുട്ടിയാണ് ആ ഭാഗ്യവതി. കർത്താവിന്റെ നാമത്തിൽ അവരുടെ മനസ്സമ്മതവും നാം ഇന്ന് നടത്തിക്കൊടുക്കും. ശ്രീ സാഗരനും മഞ്ജികയും ഈ സദ്യയിൽ നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സാഗർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സാഗറിന്റെയും മഞ്ജികയുടെയും വിവാഹത്തിൽ
മറ്റാരെക്കാളും സന്തോഷിക്കാനും എനിക്ക് കഴിയും. ഈ സന്തോഷവേളയിൽ സദ്യയ്ക്ക് വന്ന നിങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സാഗറിനും മഞ്ജികയ്ക്കും വേണ്ടി മാത്രം ഞാനിവിടെ ഒരു കേക്ക് മുറിക്കുന്നു. ഈ വിഭവം ഞാൻ പ്രത്യേകമായി ഉണ്ടാക്കിയതാണ്. ഇവർക്കുള്ള എന്റെ വിവാഹ സമ്മാനം. ഞാൻ ആ കേക്ക് എടുത്തുകൊണ്ട് വരാം. ലാസർ, ഓ, സാഗറിന് കുറച്ച് ചോറ് കൂടി വിളമ്പൂ. അതിനെന്താ കൊടുക്കാല്ല? വേണ്ടച്ചോ, എല്ലാം കൊണ്ട് എനിക്ക് തൃപ്തി അയച്ചോ. മഞ്ജികേ, തീറ്റ കഴിഞ്ഞാ വേണേ, നിനക്ക് ഇത്തിരി പായസം കൂടി ആയാല? വേണ്ട ലാസർ ചേട്ടാ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഞാനും വരുന്നു. പാവം, ഇന്ന് അസ്തമനത്തോട് അവൾ തീർത്തും ഒരു സാധാരണ മുക്കുവ പെണ്ണായി മാറാൻ പോവുകയാണ്. വാട്ട് എ വണ്ടർഫുൾ ലൈഫ്. ആരാ കരഞ്ഞത്? എന്താ സംഭവിച്ചത്? ലാസർ ചേട്ടാ, ആരാ കരഞ്ഞത്? എന്താ സംഭവിച്ചത്? എന്താ ജോഫി, അവിടെ എന്താ സംഭവിച്ചത്? സംഭവിച്ച ഞാൻ പറയാം. ജൽസയെ ഞാൻ കൊന്നു. ജോഫി, നീ എന്താ പറഞ്ഞത്? അതേ യോഗി സർ, മഞ്ജികയെ കൊല്ലാൻ ശ്രമിച്ച ജൽസയെ ഞാൻ കൊന്നു. നോ, ഇല്ല, ജൽസ ഒരിക്കലും അത് ചെയ്യില്ല. ശരിയാണ്, അവളുണ്ടാക്കിയ കേക്കിൽ വിഷം കണ്ടെത്താൻ ആർക്കും കഴിയില്ല. പക്ഷെ അത് ആഴക്കടലിൽ നിന്നും പിടിച്ചെടുത്ത ഏതോ മത്സ്യത്തിന്റെ തലയും കരളും അരച്ചു ചേർത്തുണ്ടാക്കി കേൾക്കണം. മഞ്ജിക അത് കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ ആ ക്ഷണം അവൾ മരിക്കും. വിട്ടിലും പറയാതിരിക്കൂ ജോഫി. സംശയമുണ്ടെങ്കിൽ മഞ്ജികയെ വിളിക്കൂ, നേരിട്ട് ചോദിച്ചു നോക്കൂ അവൾ സത്യത്തിൽ ആരാണെന്ന്. സാഗരം നിർബന്ധിച്ചാൽ പോലും അവൾ മത്സ്യം ഭക്ഷിക്കുമോന്ന്. മഞ്ജികയെ ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന്. സാറേ, എന്തൊക്കെയാണ് ഇവര് പറഞ്ഞുണ്ടാക്കണത്? നമ്മളെ രണ്ടിനെയും വിഷം തന്നു കൊന്നിട്ട് ആർക്ക് എന്ത് നേട്ടമാണ് കിട്ടണത്? ഒച്ച വയ്ക്കരുത്. നമ്മളിപ്പോ വല്ലാത്തൊരു ആപത്തിപ്പെട്ടിരിക്കുകയാണ് മഞ്ജു. ഞാനൊരു മനുഷ്യപ്പെണ്ണല്ലാന്നല്ലേ ഇവരൊക്കെ കൂടെ പറഞ്ഞുണ്ടാക്കണത്? അതെന്തോ ആവട്ടെ, നീ ഒരു സ്ത്രീയെങ്കിൽ ഞാനൊരു പുരുഷനാണ്. സ്ത്രീയും പുരുഷനും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല. അപ്പ നമ്മളിനി? അതെ മഞ്ജു, എവിടെയായാലും ഏത് രൂപത്തിലായാലും നമുക്കൊന്നിച്ച് ജീവിക്കണം. വേണ്ടേ? വേണം. എങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടണം. വാ വാ. അച്ചോ, മഞ്ജിയെ കാണാനില്ല. സാഗരൻ കുഞ്ഞിനെ അവിടെ കാണാനില്ല. മൈ ഗോഡ്. കം ഓൺ ഫാദർ, ഇനി നാം വൈകിക്കൂടാ. വൈകിയാൽ അവൾ രക്ഷപ്പെടും. മഞ്ജിക ജയിക്കാൻ പാടില്ല. വരൂ, നമുക്ക് ഉടൻ കടൽ തീരത്തെത്തണം. അവരെ പിടിച്ചു കെട്ടണം. കം ഓൺ, ക്വിക്ക്. ഫാദർ, കരയരുത്. അവനൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് പ്രതീക്ഷിക്കാം ഫാദർ. മഞ്ജിക ഒരിക്കലും അവനെ മരണത്തിനെറിഞ്ഞു കൊടുക്കില്ലെന്ന്. കടലോര ഐതിഹ്യങ്ങളിൽ നമ്മുടെ 100 വർഷങ്ങൾ ജലകന്യകകളുടെ രാജ്യത്തൊരു ദിവസം മാത്രമാണ്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നാം എല്ലാം മരിച്ചു മണ്ണടിഞ്ഞാലും സാഗരനും മഞ്ജികയും ജീവിച്ചിരിക്കും യുഗങ്ങളോളം. അതുപോലെ ഫാദർ, അവനെ സ്നേഹിക്കുന്ന നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു വിശ്വാസമെങ്കിലും കൂട്ടിനുണ്ടല്ലോ ഫാദർ. സാഗര രാജകുമാരി നാടകം സമാപിക്കുന്നു. രചന ശ്രീമൂലനഗരം പൊന്നൻ. കഥാപാത്രങ്ങളും അഭിനേതാക്കളും: മഞ്ജിക മഞ്ജു വാര്യർ, സാഗരൻ ബിജു മേനോൻ, ലാസർ NF വർഗീസ്, യോഗീന്ദ്രൻ TG രവി, ഫാദർ മേലേത്ത് PN ബാലകൃഷ്ണപിള്ള, ജോഫി കലാഭവൻ റഹ്മാൻ, ആച്ചിയമ്മ ഫിലോമിന, ജൽസ ബീന ആന്റണി. സംവിധാനം TT പ്രഭാകരൻ, M തങ്കമണി. അവതരണം ആകാശവാണിയുടെ തൃശൂർ നിലയം.